ഉറക്കെ വിഷയത്തിന്റെ വൈപുല്യത കൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുക. അള്ളാഹു നന്നായിട്ട് കിടന്നെടുത്ത് എഴുതാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മോനെ ഖുർആനാണ്. അപ്പൊ നമ്മളൊക്കെ എവിടെയുണ്ട്? ഖബറിന്റെ ഉള്ളിലുണ്ട്. അവിടെ ശരീരമൊക്കെ ജീർണിച്ച് മാംസം എല്ലാം കൂടെ അരിഞ്ഞ് ആ മണ്ണിലരിഞ്ഞ് കിടക്കും. അപ്പോ കബീർ മൊയ്ലിയാർ ആരാ? ഒരു പിടി മണ്ണ്. അപ്പൊ ഈ കബീർ മൊയ്ലിയാർ ആരാ? കണിയാപുരത്തുകാർ നന്നായിട്ട് പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ പ്രഭാഷണ കലയില് കിരീടം വെക്കാത്ത രാജാവ് എന്നൊക്കെ നിങ്ങൾ വെറുതെ പച്ചക്കള്ള എഴുതി വെച്ചിരിക്കുന്ന ഈ ചുമ്മാ എന്നെ രസിപ്പിക്കാൻ വേണ്ടി പറയണല്ലേ. അഹമ്മദ് കബീർ മൊയ്ലിയാർ, നൗഷാദ് വാക്കവയ്ക്ക് ആരാ? അവരൊക്കെ വെറും കൊള്ളില്ല. കബീർ മുസ്ലിയാരും കൊള്ളൂല, നൗഷാദ് വാക്കവയും കൊള്ളൂല വഅദിന്റെ കാര്യത്തിൽ. കാരണം എന്താ? പ്രഭാഷണ കലയിലെ കിരീടം വെക്കാത്ത രാജാവുണ്ടായിരുന്നു. ഞാൻ കാസർഗോഡ് പ്രസംഗിക്കാൻ പോയപ്പോൾ ആ മഹല്ലുകാരനോട് പറഞ്ഞു, തഴവ ഉസ്താദ് തുടർച്ചയായിട്ട് 22 വർഷം ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. തഴവ ഉസ്താദ് 22 വർഷം തുടർച്ചയായിട്ട് ആ മഹല്ല് പ്രസംഗിച്ചിട്ടുണ്ട്. അഹമ്മദ് കബീർ വാക്കവി, നൗഷാദ് വാക്കി ഇന്ന് വിളിക്കും, നാളെ വിളിക്കും, 3 പ്രാവശ്യം വിളിക്കും, 4ാമത്തെ പ്രാവശ്യം വേണ്ടടെ കേട്ടത് തന്നെ ഇതിനടുത്തത് വിളിക്കും. ഇതൊന്നും ഒന്നുമല്ല മനുഷ്യന്മാരെ. ഇതിപ്പോ എന്തോ അള്ളാഹുവിന്റെ ഒരു തൗഫീഖ് കൊണ്ട് നാക്കുകൊണ്ട് അങ്ങനെ പോയതാ. ഞാൻ പലപ്പോഴും ആളുകൾ എന്നോട് കാണിക്കുന്ന വല്ലാത്തൊരു സ്നേഹം കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പടച്ചോനെ ഞാൻ എത്ര ചെറുതാണ്. ഞാൻ മലപ്പുറത്ത് വാത് പറയുമ്പോൾ ഒരു ചെറുപ്പക്കാർ ഭയങ്കര തിരക്കാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉസ്താദന്മാർക്കറിയാം. ഒരു 50,000 പേരില്ലാത്ത സദസ്സൊന്നും 2 പേരെ സദസ്സിലില്ല. അപ്പൊ അവിടെ ഞാൻ ഭയങ്കര തിരക്ക്. ഒരു ചെറുപ്പക്കാരൻ, നല്ല ഡ്രസ്സ് ചെയ്തൊരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ നിന്നു കുറേ നേരം. ഞാൻ അവസാനം ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരും മുസാഫത്ത് ചെയ്യുന്ന തിരക്ക്. ഞാൻ അവനോട് ചോദിച്ചു, മോനെ നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ. ഞാൻ ചോദിച്ചു, മോനെ എന്താ? അവനോട് ഉസ്താദെ ഞാൻ ഉസ്താദിനെ ഒന്ന് തൊട്ടോട്ടെ. ആ കുട്ടി, ഞാൻ ആ സമയത്ത് വല്ലാഹി ഞാൻ പറയും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ ചോദിച്ചാൽ അഹമ്മദ് കബീർ നീ ഇത്രയൊക്കെ ആയിട്ടുണ്ട്? അവനവൻ ചെറുതാണെന്ന് തോന്നുന്ന രീതിയിൽ ഈ സമുദായം നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങി. അതിൻ്റെ പേര് ഒരു ഇഞ്ച് പോലും മുകളിലോട്ട് കയറിയിട്ടൊന്നുമില്ല. ആളുകൾക്കൊന്നും ഇവിടെ ഒന്നും ഡേറ്റ് കൊടുക്കാത്തതുകൊണ്ട് വലിയ അഹങ്കാരമാണ്, സമയം കിട്ടാഞ്ഞിട്ട്. അതിൻ്റെ പേര് ഒരു പുൽക്കൊടിയുടെ പോലും മുകളിലോട്ട് കയറിയിട്ടില്ല. അതിൻ്റെ പേര് വല്ലാഹി പടച്ചതം പുരാനെ തന്നെ താന്നിട്ടുള്ളൂ. അപ്പം ചിന്തിക്കും, പടച്ചോനെ എടാ നിനക്ക് ഇത്രയൊക്കെ എനിക്ക് അർഹതയുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ എല്ലാവരും സ്തുതിക്കുമ്പോൾ അബൂബക്കർ പടച്ചവനെ എല്ലാവരും എന്നെ വലിയ മഹാനായിട്ട് കാണുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ലാ യഅലമൂൻ. പടച്ചവനെ അവരറിയാത്ത തെറ്റെനിക്കുണ്ട്, നീ അതെനിക്ക് പുറത്തു താ അല്ലാഹുവേ എന്ന് അബൂബക്കർ റളിയല്ലാഹു തആല ദുആ ചെയ്തു. വജഅൽനി ഖൈറൻ മിമ്മാ യദുന്നൂൻ. അവരെന്നെ ആദരിക്കുന്നതിനേക്കാളേറെ നിന്റെ മുമ്പിൽ എന്നെ ആദരിക്കണേ അല്ലാഹുവേ എന്ന് ദുആ ചെയ്യുമായിരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 22 വർഷം മുടങ്ങാതെ വാദ് പറഞ്ഞ മനുഷ്യൻ. ആ മനുഷ്യൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണെങ്കിലും അവൻ അന്ന് ഖബറിന്റെ ഉള്ളിൽ ഒരു പിടി മണ്ണാണ്. എത്ര സൗന്ദര്യമുള്ളവൾ, എത്ര കറുത്തവളും വെളുത്തവളും ഒക്കെ മണ്ണിന്റെ അടിയിൽ പോയ ഒരു പിടി. മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മഴ പെയ്തു. ആ മഴവെള്ളം വന്ന് ഈ നമ്മുടെ ശരീരം ഇപ്പൊ ഞാൻ വിളിച്ച് ലേലം ചെയ്ത് കൊടുക്കൂല. അതവിടെ ഇപ്പൊ ഞാൻ ലേലം ചെയ്ത് കൊടുക്കും. കുട്ടികളെ പറയാൻ പറ്റില്ല. ആ സമയത്ത് ഒരു പിടി മണ്ണായി കിടക്കുന്ന മനുഷ്യന്റെ ഖബറിലേക്ക് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മഴ പെയ്തു. ആ മഴത്തുള്ളി വന്ന് കണിയാപുരം പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടക്കുന്ന, അല്ലെങ്കിൽ പെരുമാതുറയിലോ കഴക്കൂറ്റത്തോ ഉള്ള മണക്കാടോ എവിടെയെങ്കിലുമുള്ള നെടുമങ്ങാടുള്ള എത്രയോ എന്റെ ചെറുപ്പക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ പള്ളിക്കുള്ളിൽ കിടക്കുന്ന മണ്ണായി ജനിച്ച നമ്മുടെ ഈ ശരീരത്തിലേക്ക് ആ വെള്ളത്തുള്ളി വന്ന് വീഴുമ്പോ ഫൈദാഹും മിനൽ അജ്ദാഫി ഇലാ റബ്ബിഹിം യൻസിലൂൻ.
പൊന്നുമോനെ പൊന്നുമോനെ, ആ സമയത്താണ് പടച്ചറപ്പിന്റെ മുമ്പിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുക. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ വെള്ളത്തുള്ളി വന്ന് അലിഞ്ഞു നേർന്ന മാസം ഉരുണ്ട് കിടക്കുന്ന കളിമണ്ണിലോട്ട് വീഴുമ്പോഴാ പെങ്ങളെ എന്താ സംഭവിക്കുക? ആകാശത്തിന്റെ തമ്പുരാന്റെ ഭൂമിയുടെ തമ്പുരാന്റെ മുമ്പിലേക്ക് എഴുന്നേൽക്കുകയാണ്. എങ്ങനെയാണ് എഴുന്നേൽക്കുക? അവനവന്റെ ശരീരത്തിലെ മണ്ണുകൾ തട്ടിമാറ്റിക്കൊണ്ട് എങ്ങനെയാണ് അവൻ ജീവിച്ചിരുന്നത്, അതേ രൂപത്തോട് ഭാവത്തോട് അവൻ ഖബറിലേക്ക് എഴുന്നേൽക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. എങ്ങനെയാ എഴുന്നേൽക്കുന്നത്? എങ്ങനെയാ? സത്യവിശ്വാസികളാണെങ്കിൽ, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചവരാണെങ്കിൽ, പടച്ചറപ്പിനെ ഭയന്ന് ജീവിച്ചവരാണെങ്കിൽ അവനവന്റെ കുടിമാടത്തിൽ എഴുന്നേൽക്കുമ്പോൾ അവൻ വിളിച്ചു പറയും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അവനവന്റെ ഖബറിൽ എഴുന്നേൽക്കുമ്പോ അവൻ എഴുന്നേൽക്കുന്നത് അൽഹംദുലില്ലാഹ്. ഞാൻ പറഞ്ഞതല്ല, യൗമ യദ്ഉകും ഫതസ്തജീബൂന ബിഹംദിഹി വതദുന്നൂന ഇല്ലബിസ്തും ഇല്ലാ ഖലീലാ. യൗമ യദ്ഉകും ഫതസ്തജീബൂന ബിഹംദിഹി, അവനവന്റെ ഖബറിൽ എഴുന്നേൽക്കുമ്പോൾ ഹംദ് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. പടച്ചവനെ, ഭൂമിയിൽ ഞങ്ങൾ ചെയ്തത് പാടായി പോയില്ലല്ലോ. അല്ലാഹുവേ, ഈ ഭൂമിയിൽ അനുഭവിച്ചത് പാടായില്ലല്ലോ. എന്റെ മുമ്പിലാണ് സ്വർഗം നിൽക്കുന്നത്, എന്റെ മുമ്പിലാണ് ഹുറൂലുകൾ നിൽക്കുന്നത്. മഹിശറയിൽ എഴുന്നേൽക്കുമ്പോ സ്വർഗം കണ്ണുകൊണ്ട് കാണുമ്പോ ഓരോ സത്യവിശ്വാസിയും വിളിച്ചു പറയുന്നത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുത്തഖീങ്ങൾ എഴുന്നേൽക്കുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു അങ്ങനെ പറഞ്ഞെഴുന്നേൽക്കാൻ തൗഫീഖ് നൽകട്ടെ. അവനവന്റെ ആരാ മോനെ മുത്തഖി, ആരാ വലിയവനാരാ? അഹമ്മദ് കബീർ വലിയവനാകേണ്ടത് എപ്പോഴെന്ന് അറിയാം? അപ്പോഴാണ് അവനവന്റെ കുഴിമാടത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ, ആഖിറത്തിലേക്ക് എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവേ നിനക്ക്, എന്റെ ഒന്നും പാടായില്ല അല്ലാഹുവേ. ഞാൻ പറഞ്ഞ പ്രസംഗം, ഞാൻ പഠിച്ച ഖുർആൻ, ഞാൻ ചെയ്ത സദഖ, ഞാൻ കേട്ട വാഴ് ഒന്നും എനിക്ക് പാടായില്ല അല്ലാഹുവേ. ഈ 2.5 മണിക്കൂർ ഇവിടെ ഇരുന്നത് പാടായിട്ടില്ല. സ്വർഗത്തെ മുമ്പിൽ കാണുമ്പോ, ഇവിടെ ചെയ്ത നന്മയ്ക്ക് വേണ്ടി പടച്ചുറപ്പൊരുക്കി വെച്ച അനുഗ്രഹം കാണുമ്പോ ഒരാൾക്ക് പറയാൻ കഴിയണം, അവനവന്റെ കുഴിമാടത്തിൽ നിൽക്കുമ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിഞ്ഞവളാണ് മുത്തഖി. അല്ലാഹു നമ്മളെ അതിൽപ്പെടുത്തട്ടെ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹുവേ, നീ ഞങ്ങളെ അതിൽ പെടുത്തണേ തമ്പുരാൻ. പടച്ചവനെ, അതിനുള്ള ഒരു യോഗ്യത ഞങ്ങൾക്ക് ഈ ദുനിയാവിലില്ല അല്ലാഹുവേ. ഞങ്ങൾ സാധുക്കളാണ് തമ്പുരാനെ, ഞങ്ങൾ പാവങ്ങളാണ് അല്ലാഹുവേ. പടച്ചവനെ, ആരുടെ മണ്ണിൽ മലന്ന് കിടന്ന അവസാനം നിന്റെ മുമ്പിലേക്ക് ഞങ്ങളെ ഹാജരാക്കുമ്പോ അൽഹംദുലില്ലാഹ് ഉറക്കെ പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ അതിന് തൗഫീഖ് നൽകണേ തമ്പുരാൻ. അതല്ല, അവൻ ദുർമാർഗിയാണെങ്കിൽ, അവനെ നാട്ടിലെ തമ്മാടിയെ പോലെ ജീവിച്ചവനാണെങ്കിൽ, അവളെ ഹറാമ് ചെയ്തവളാണെങ്കിൽ, അവളെ ചീട്ട് കളിച്ചവളാണെങ്കിൽ, അവളെ പലിശ മേടിച്ചവനാണെങ്കിൽ, അവൻ മദ്യപാനിയാണെങ്കിൽ, കാലൂ യാ വൈലനാ മംബഅസനാ മിൻ മർകദിനാ അദാ മാ വഅദ റഹ്മാനു വസദകൽ മുർസലൂൻ. ഞങ്ങൾ ഇവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നല്ലോ, ആരാണ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത്, ആരാണ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പരിഭ്രാന്തിയോട് അവരവരുടെ മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കുടിമാടത്തിൽ നിന്ന് തെമ്മാടികളെ ചാടി എഴുന്നേൽക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ സദസ്സ് മാത്രം മതി എനിക്ക്, സൂചിയിട്ടാൽ കേൾക്കുന്ന നിശം. ഇങ്ങനെ ഒരു സദസ്സ് എനിക്ക് തോന്നുന്നു മലപ്പുറം ഭാഗത്തൊക്കെ കിട്ടും. ഏതായാലും ഈ സദസ്സിന്റെ സംഘാടകർ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നിങ്ങൾ ഈ സദസ്സിനോട് എനിക്ക് തോന്നുന്നു ദുആയ്ക്ക് ഇജാബത്തുള്ളൊരു സദസ്സാണ്. അല്ലാഹുവിനെ അന്നാക്കി തരട്ടെ. കാരണം അങ്ങനെ സൂചിയിട്ടാൽ കേൾക്കുന്ന ഒരു നിശബ്ദതയിൽ ഒരു വഅദിന്റെ സദസ്സ്, ഇതൊരു ഗാനമേളയല്ല, ഇതൊരു ആസ്വാദനത്തിന്റെ ഒന്നുമല്ല, ഇതൊരു റൊമാൻറ്റിക് ഭാവനയല്ല, ഇതൊരു വിഷ്വലൈസ്ഡായി കാണാൻ പറ്റുന്ന ഒരു പിക്ചറൈസേഷൻ ഇല്ല, ഇതിന് ചിത്രീകരണമില്ല.
ഇതൊരു മനുഷ്യന്റെ വാക്കാണ്. അത് കേൾക്കാൻ പ്രായഭേദമന്യേ ഇത്രയും വലിയൊരു സദസ്സുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കും, ഉറപ്പാണ്. അള്ളാഹുനാക്കി തരട്ടെ, അള്ളാഹുനാക്കി തരട്ടെ. അള്ളാഹു നല്ല മുത്തക്കീങ്ങളായി. ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഈ തിരുവനന്തപുരം ഭാഗത്ത് ഇത്രയും അച്ചടക്കമുള്ള ഒരു സദസ്സിൽ ഭാഗത്ത്. അത് ഈ മണ്ണിന്റെ പൈതൃകം അള്ളാഹു നിലനിർത്തി തരട്ടെ. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കും. അപ്പോഴാണ് വളരെ പെട്ടെന്ന് പറയുക, വളരെ പെട്ടെന്ന് എഴുന്നേറ്റു. ജീവിതത്തിന്റെ തുടക്കമാണ്. എഴുന്നേറ്റു. അപ്പോഴാണ് അർറഹ്മാനു അലൽ അർശി ഇസ്തവാ ലഹു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ് വമാ ബൈനഹുമാ വമാ തഹത സറാ. അഖിലലോക ബ്രഹ്മാണ്ഡ കടാഹത്തമടുവനെ മടക്കി ഭരിച്ച അർശിന്റെ തമ്പുരാൻ വിളിക്കുന്നത്, യാ ഇബാദി യാ ഇബാദി യാ ഇബാദി, എന്റെ അടിമകളെ ഇവിടേക്ക് വാ. എവിടെയാണോ എഴുന്നേറ്റ് നിന്നത് അവിടെയാണ് സൂര്യൻ ഒരു ചാൺ മുകളിൽ ഒളിച്ചു നിൽക്കുന്നത്. സൂര്യൻ എത്ര മുകളിൽ? എത്ര എത്ര എത്ര? ഒരു ചാൺ മുകളിൽ സൂര്യൻ. ആര് പറഞ്ഞു ഒരു ചാണുണ്ട്? ആര്? നമ്മൾ കേട്ട് പഠിച്ചതേ ഞാൻ തിരുത്തുകയാണ്. ഒരു ചാണ്ട്. ആദരവായ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബി അനസ് റളിയല്ലാഹു തആല പറയുകയാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞു, അനസേ അനസേ അനസേ, നാളെ പരലോകത്ത് സൂര്യൻ ഒരു മൈല് മുകളിലാണ് ഒളിച്ചു നിൽക്കുന്നതെന്ന്. ഒരു മൈല് മുകളിൽ, നിങ്ങളുടെ തലയുടെ ഒരു മൈല് മുകളിലാണ് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എത്ര? ഒരു മീല് മുകളിൽ. ഒരു മീൽ എന്ന് പറഞ്ഞാൽ എത്രയാ? പറഞ്ഞാൾ പോയാ ഒരു മൈൽ എത്രയാ? 1.6. അപ്പൊ ഒരു ചാൺ മുകളിൽ നിൽക്കുന്നത് ബാക്കവേതായാലും ഒരു 1.5 കിലോമീറ്റർ മുകളിലാക്കി തന്നില്ല. ഇതിപ്പോ ബാക്കവേ അല്ലാതെ ഇപ്പൊ ആരാ ചെയ്ത് തരിക? ഇത്രയും നാളെ നിങ്ങൾ എല്ലാവരും പേടിപ്പിച്ചെന്ന് ഒരു ചാൺ മുകളിൽ നിന്നല്ലേ? ഞാൻ സഹിഹായ ഹദീസാണ്. ഒരു മീൽ മുകളിൽ ഒരു ഇത്തിരി ആശ്വാസം കിട്ടില്ല പരലോകത്ത്? ഇല്ലേ? കിട്ടിയില്ലേ? എന്താ മനുഷ്യന്മാരെ നിങ്ങൾ ഇങ്ങനെ ഫ്രീസറിൽ വെച്ച ബ്ലോക്കോട് ഇരിക്കണ കിട്ടിയില്ലേ? താൽക്കാലികമാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അറബി ഭാഷയിൽ മീലെന്ന് പറഞ്ഞാൽ അത് സുറുമക്കുപ്പിയിലിടുന്ന കോലിനാണ് മീലെന്ന് പറയുക. ഒരു ചാണ് പോലുമില്ല, സുറുമക്കുപ്പിയിലെ കോലിന് മാത്രം ഉയരത്തിലാണ്. ഒരു ചൂണ്ട് വിരലിന്റെ വലിപ്പം പോലും ഇല്ലാത്ത മീലെന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്റർ എന്നല്ല, സുറുമക്കുപ്പിയിലിടുന്ന കോലിനാണ് മീലെന്ന് പറയുക. ഒരു ചാൺ പോലുമില്ല, ഒരു സുറുമക്കുപ്പിയുടെ കോലിന്റെ വലിപ്പത്തിൽ ഒരു ചൂണ്ട് വിരലിന്റെ പോലും മുകളിലല്ല. സൂര്യനും നിന്റെ ശിരസും തമ്മിലുള്ള അകലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇവിടെയാണ് മുത്തക്കിയാവേണ്ടത്. ഒരു വിരലിന്റെ വലിപ്പം പോലും ഇടയില്ലാതെ ഈ കത്തിച്ചൊലിക്കുന്ന സൂര്യതാപത്തിന്റെ നിഴലിലേക്കാ പേടുമാടത്തിൽ നിന്ന് നീ എഴുന്നേറ്റ് നിൽക്കുന്നത്. ആ സമയത്ത് നിന്റെ ശരീരം മുഴുവനും ഒഴിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചൂടുള്ള നാളുണ്ട് കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ തന്നതെന്തൊരു നാളാ. വന്തോഷ വണ്ടിയുമായി വരുന്നേ കാള, വന്തോഷ വണ്ടിയുമായി വരുന്നേ കാള, ക്ഷീണത്തിനാലൊരുക്കുന്നതാണ് ഈള. വന്തോഷ വണ്ടിയുമായി വരുന്നേ കാള, ക്ഷീണത്തിനാലൊരുക്കുന്നതാണ് ഈള. നരക്കുന്നു കുട്ടികൾ തന്നതെന്തൊരു നാളാ, ബലമില്ലവർ ബലമുള്ളവർ സുബ്ഹാന റബ്ബി പാള. നരക്കുന്നു കുട്ടികൾ തന്നതെന്തൊരു നാളാ,
വൻദോശ വണ്ടിയും വലിച്ചുകൊണ്ട് ഈള ഒലിപ്പിക്കുന്ന കാളക്കുട്ടിയെ പോലെ പടച്ചറപ്പിന്റെ മുമ്പിൽ വരുമ്പോ എന്തേ ചിന്തിക്കുന്നില്ല? ഈ ദുനിയാവിന്റെ മാസ്മരികതയിൽ മലന്ന് കിടക്കുമ്പോ എന്തേ മനസ്സിൽ വരുന്നില്ല? ഒരു വിരലിന്റെ വലിപ്പത്തിന് ഇടയിൽ നിൽക്കുന്ന സൂര്യതാപത്തിന്റെ കീഴിലേക്ക് ഈളയും ഒലിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വലത് ഭാഗത്ത് നിന്ന് അർശിന്റെ തമ്പുരാന്റെ ആശ്വാസത്തിന്റെ വിളി. യാ ഇബാദി യാ ഇബാദി യാ ഇബാദി, എന്റെ അടിമകളെ ഇവിടേക്ക് വാ. നിങ്ങൾക്ക് ഈ സൂര്യന്റെ ചൂടനുഭവിക്കണ്ട, ഈ ചെമ്പിന്റെ തറയിൽ നിങ്ങൾ ചവിട്ടണ്ട. ഇതാ എന്റെ അർശിന്റെ തണലിലേക്ക്, എന്റെ അർശിന്റെ തണലിലേക്ക് നിങ്ങൾ വന്നുകൊള്ളുക, എന്റെ അർശിന്റെ തണലിലേക്ക് വന്നുകൊള്ളുക എന്ന് പടച്ചറപ്പ് വിളിക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ല. യൗമൈദിൻ യത്തബിഊന ദാഇയ ലാ ഇബദല വഖസഅത്തിൽ അസ്വാതു ലിർറഹ്മാനി ഫലാ തസ്മഉ ഇല്ലാ ഹംസാ. അതാ പടച്ചറപ്പിന്റെ വിളി വരുന്നു. സൂറത്തുൽ കാഫാണ്. തൊട്ടടുത്ത സ്ഥലത്ത് നിന്ന് വിളി വരികയാണ്, എന്റെ അടിമകളെ ഇവിടേക്ക് വരിക. ആ സമയത്ത് അല്ലാഹുവിന്റെ അടിമകൾ എഴുന്നേറ്റ് നടക്കും പടച്ചറപ്പിന്റെ അർശിന്റെ തണലിലേക്ക്. അവർക്ക് ഹിസാബില്ല, അവർക്ക് സിറാത്തില്ല, അവർക്ക് മീസാനില്ല, അവർക്ക് യാതൊരുവിധ പാരവശ്യതകളില്ല. അവരുടെ ജീവിതത്തിന്റെ തുടക്കം തന്നെ ശുഭകരമാണ്. അവരുടെ ജീവിതത്തിന്റെ തുടക്കം തന്നെ ശുഭകരമാണ്. ജീവിതത്തിന്റെ തുടക്കം ശുഭമാകാൻ കാഡ്ബറീസ് കഴിച്ചിട്ട് കാര്യമില്ല, ചന്ദനത്തിരി കത്തിച്ചിട്ട് കാര്യമില്ല. തുടക്കം ശുഭമാകണമെങ്കിൽ പരലോകത്ത് എഴുന്നേൽക്കുമ്പോൾ പടച്ചറപ്പ് വിളിക്കണ്ടേ ചെറുപ്പക്കാരികളെ? യാ ഇബാദി, എന്റെ അടിമകളെ, എന്റെ അർശിന്റെ ചുവട്ടിലോട്ട് കടന്നു വരിക. ആ സമയത്ത് സ്വർഗത്തിന്റെ മുമ്പിലേക്ക്, അർശിന്റെ തണലിലേക്ക് മുത്തഖീങ്ങളായ മനുഷ്യർ കൂട്ടത്തോടെ പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫദാ. മുത്തഖീങ്ങൾ കൂട്ടം കൂട്ടമായി പടച്ചറപ്പിന്റെ അർശിന്റെ ചുവട്ടിലേക്ക് നടന്നു പോകുമത്രേ. അല്ലാഹു നമ്മളെ അതിൽ പെടുത്തട്ടെ, അല്ലാഹു നമ്മളെ അതിൽ പെടുത്തട്ടെ. അതിന് മാത്രമല്ല, വമിമ്മൻ യുഖാലു, ഇങ്ങനെ പറയുന്നവരിലും ഇങ്ങോട്ട് നോക്ക്, തമാശ കൂടുതൽ ഒഴിവാക്കുകയാണ്. വിഷയത്തിന്റെ ഗൗരവം കണ്ട് ഇതാണ് ഏറ്റവും വലുത്. ആഖിറത്ത് ഏറ്റവും വലിയ വാക്കിതാണ്. അല്ലാഹു പറയാൻ തൗഫീഖ് നൽകട്ടെ. ഏത് വാക്ക്? ഇത് ഖുർആനാണ്, അഹ്മദ് കബീറിന്റെ വാക്കല്ല. ഇത് അവൻ കാണാതെ പഠിച്ച ഖുർആൻ പറയുന്നതാണ്. ഇത് പറയലാണ്. ഈ ഇരിക്കുന്ന ഒരു 10,000 ആളുകളുണ്ടാവും. ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും ഭാഗ്യവാൻ ഞാനല്ല. അൻവരിയാകണമെന്നില്ല, വാക്കവിയാകണമെന്നില്ല. ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും ഭാഗ്യവാൻ, ഈ ഭൂമിയിൽ ജീവിക്കുന്നവരിൽ ഏറ്റവും ഭാഗ്യവാൻ ഈ വാക്ക് പറയാൻ കഴിയുന്നവരാണ്. അർശിന്റെ തമ്പുരാൻ വിളിക്കുമ്പോ മുത്തഖീങ്ങൾ കൂട്ടത്തോടെയാണ് പോകുന്നത്. മുത്തഖീന ഞാൻ പറയുന്ന ഖുർആനാണ്. ഇല റഹ്മാനി വഫദ, വഫദുകളായി, കൂട്ടങ്ങളായി. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നെടുമങ്ങാട് എന്നീ വാതക്കാൻ ഇവിടെ എത്തിയവരുണ്ട്, അങ്ങനെ എന്നെ മണക്കാട് നിന്ന് വന്നവരുണ്ട്, കൊല്ലത്ത് നിന്ന് എത്തിയവരുണ്ട്. കൂട്ടം കൂട്ടമായി വന്ന ചെറുപ്പക്കാരെ അള്ളാഹു കൂട്ടത്തോടെ സ്വർഗത്തിലേക്ക് നടക്കാനും അള്ളാഹു കാരണം നൽകി, അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വരടിന്റെ വലിപ്പം, അകലത്തിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു. കോടിക്കണക്കിന് ആളുകൾ കടന്ന് കരിഞ്ഞ് നിലവിളിക്കുമ്പോ ആ സമയത്ത് കൂട്ടത്തോടെ പടച്ചറപ്പിന്റെ അർശിന്റെ തണലിലേക്ക്, സിംഹാസനത്തിന്റെ തണലിലേക്ക് പോകാൻ മുത്തഖീങ്ങൾ പോകും. ഇങ്ങനെ പോകുമ്പോ അഹ്മദ് കബീർ ബാക്കവിയുണ്ട്, അള്ളാഹുനാക്കി തരട്ടെ. അൻവരിയുണ്ട്, പാട്ടെഴുതിയ വാഫിയുണ്ട്. ഇവിടുത്തെ ഉസ്താദന്മാരും ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഉണ്ട് എന്ന് കരുതുക. അള്ളാഹു ആശ അങ്ങനെ ആക്കി തരട്ടെ. ഞാനും നിങ്ങളും ഒക്കെയുണ്ട്. കൂട്ടത്തോടെ പോകുമ്പോ ഈ കൂട്ടത്തിൽ ഒരാൾ ചോദിക്കും, ബാക്കവി ഉസ്താദെ എന്തേ? അള്ളാഹു നമ്മളതിൽ പെടുത്തട്ടെ, അള്ളാഹു നമ്മളതിൽ പെടുത്തട്ടെ. ഒരാൾ ചോദിക്കുമ്പോ ഉസ്താദെ മരിച്ചിട്ട് ഖബറിൽ അധിക നാളൊന്നും നമ്മൾ കിടന്നില്ലല്ലോ, മരിച്ച ഉടനെ നമ്മൾ ആ മഹിശറയിലെത്തിയത്. ഞാൻ ഈ ആയ തോന്നിയിട്ട് കരഞ്ഞു പോയിട്ടു. ഈ വിജ്ഞാനം പഠിക്കണം, പിന്നെ ചെറുപ്പക്കാർ ഈ വിജ്ഞാനം പഠിക്കണം. നിങ്ങൾക്ക് ദുനിയാവിൽ എന്ത് നിങ്ങളുടെ കയ്യിലുണ്ടായിക്കൊള്ളട്ടെ, എന്ത് കോടികൾ നിങ്ങളുടെ കയ്യിലുണ്ടായിക്കൊള്ളട്ടെ, പക്ഷെ ഈ വിജ്ഞാനം നിങ്ങൾ കളയരുത്, ഈ വിജ്ഞാനം നിങ്ങൾ കളയരുത്. ഇതെന്തൊരു വാക്കായിരിക്കും.
വാക്കായത്. അർശിന്റെ തണലിലോട്ട് നടന്നു കബറിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ അർശിന്റെ തണലിലോട്ട് നടന്നു പോകുമ്പോ ആ സമയത്ത് കൂടെയുള്ളവരോട് ചോദിക്കും, ആ പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിന്റെ ഉള്ളിൽ അധിക നാളൊന്നും നമ്മൾ കിടന്നില്ലല്ലോ. കബറിൽ 1 നൂറ്റാണ്ട് കിടന്നിട്ട് ആ 1 നൂറ്റാണ്ട് 1 സെക്കൻഡ് പോലെ കഴിഞ്ഞു പോകുന്നവർ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു നമ്മളെ അതിൽ പെടുത്തട്ടെ. ഏതായാലും